ഹലോ ഫ്രണ്ട്സ്, CUTZ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് ക്യാമറ ട്രാക്കിംഗ് ആണ്. ക്യാമറ ട്രാക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടേതായ എന്തെങ്കിലും ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വീഡിയോയ്ക്കകത്ത് എങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇവിടെ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിനായിട്ടൊരു വീഡിയോ വലിച്ച് ടൈം ലൈനിലേക്ക് ഇടാം. ഇതാണ് വീഡിയോ. നമുക്ക് വീഡിയോ ഏകദേശം ഒരു 10-15 സെക്കൻഡോളം വരുന്നുണ്ട്. അത്രയും ട്രാക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സമയം വേണ്ടി വരും. പ്രീമിയറിൻ്റെ അകത്ത് ലിങ്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വേണ്ട ഭാഗം മാത്രം നമുക്ക് ആഫ്റ്റർ എഫക്ട്സിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അല്ല ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്ത് നമ്മൾ മീഡിയ എൻകോഡർ വഴി ഔട്ട് എടുക്കുന്നതെങ്കിൽ ഫുള്ളായിട്ട് ആഫ്റ്റർ എഫക്ട്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൻ്റെ അകത്ത് മൊത്തത്തിൽ ട്രാക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ നമുക്ക് വേണ്ട ഭാഗം മാത്രം അതൊരു കോമ്പോസിഷനായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഈ വീഡിയോയുടെ നമുക്ക് വേണ്ട ഭാഗം മാത്രം ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഞാൻ ഏകദേശം ഒരു 4 സെക്കൻഡ് വെച്ചിട്ട് Ctrl+Shift+D ആണ് കട്ട് ചെയ്യുന്നത്. ആ വേണ്ടാത്ത ഭാഗം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് എവിടം വരെ വേണമെന്ന് നോക്കുന്നു. അത്രയും ഭാഗം മാത്രം നമുക്ക് നമ്മുടെ ടൈം ലൈനിൻ്റെ സെലക്ഷൻ കൊണ്ടുവയ്ക്കുന്നു. റൈറ്റ് ക്ലിക്ക് അടിച്ച് ട്രിം കോമ്പോസിഷൻ ടു വർക്ക് ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഭാഗം മാത്രമായിട്ട് നമുക്കൊരു കോമ്പോസിഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത്രയും സമയം നമുക്ക് ലാഗ് ചെയ്യിപ്പിക്കത്തില്ല. ആ വേണ്ട ഭാഗം മാത്രമാണ് നമ്മുടെ കോമ്പോസിഷനായിട്ട് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ കോമ്പോസിഷൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ക്യാമറ ട്രാക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ക്യാമറ ട്രാക്കിംഗ് ഈ സൈഡിൽ കാണേണ്ടതാണ്. നമ്മൾ സൈഡിൽ ഇല്ല എങ്കിൽ നമ്മൾ വിൻഡോയ്ക്കകത്ത് ചെന്നിട്ട് ക്യാമറ ട്രാക്കിംഗ് എന്ന് പറയുന്നത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ക്യാമറ ട്രാക്കിംഗ് സെലക്ഷനായിട്ട് കിടക്കുന്നുണ്ട്. ക്യാമറ ട്രാക്കിംഗ് കാണാത്തവർ വിൻഡോയ്ക്കകത്ത് ചെന്ന് അത് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ട്രാക്കർ വന്ന് കിടക്കുന്നതാണ്. നമുക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ വീഡിയോ സെലക്ട് ആയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് ട്രാക്കിംഗ് ഓപ്പൺ ആയി വരത്തുള്ളൂ. ഞാനിപ്പോൾ വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും ആ ട്രാക്കിങ്ങിൻ്റെ എല്ലാം ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ വീഡിയോ സെലക്ഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ക്യാമറ ട്രാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം അനലൈസിങ് ഇൻ ബാക്ക്ഗ്രൗണ്ട്, അതായത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഓരോ പോയിൻറ്റ്സ് വെച്ച് അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ അകത്ത് ഓരോ പോയിൻറ്റ്സ് വെച്ചാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. നമുക്ക് തൊട്ട് സൈഡിൽ അതിൻ്റെ ഒരു മെനു കാണുന്നതാണ് ക്യാമറ ട്രാക്കിങ്ങിൻ്റെ. അതിൻ്റെ അകത്ത് ട്രാക്ക് പോയിൻറ്റ് കൊടുക്കുക. പോയിൻറ്റ് കൊടുത്താൽ മാത്രമേ നമുക്കിവിടെ ഓരോ പല കളറിൽ RGB കളറിൽ നമുക്ക് അതിൻ്റെ ഓരോ പോയിൻറ്റ്സ് വരത്തുള്ളൂ. ഇപ്പോൾ ട്രാക്ക് പോയിൻറ്റ്സിൻ്റെ വലിപ്പം വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ട്രാക്കിൻ്റെ സൈസ്, അതായത് എത്ര സൈസ് വേണമെന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 3 ഡയറക്ഷനുള്ള പോയിൻറ്റ്സ് ആണ് നമുക്കിവിടെ സെലക്ഷൻ ആയി വന്നിരിക്കും. ഇപ്പോൾ ഇവിടെ ട്രാക്ക് പോയിൻറ്റ്സ് എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ എത്ര ഫ്രെയിം ഉണ്ടെന്നെല്ലാം നമുക്കിവിടെ സൈഡിൽ കാണിക്കുന്നതാണ്. ഇതിൻ്റെ അത് 94 ഫ്രെയിമേ ഉള്ളൂ. അപ്പോൾ ട്രാക്ക് പോയിൻറ്റ്സ് എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ മൗസ് കൊണ്ട് വയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോ പ്ലേറ്റ് പോലെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വരുന്നത്. നമുക്കിപ്പോൾ എവിടെയാണോ നമ്മുടെ ഒരു ഒബ്ജക്റ്റ് അല്ല എങ്കിൽ നമുക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട്, അതായത് കുറച്ച് വീഡിയോ ഉണ്ടായിരുന്നതുകൊണ്ടാണ് കുറച്ച് ഫ്രെയിമേ അതിൻ്റെ അകത്തുള്ളൂ. അതുകൊണ്ടാണ് ആ ഫ്രെയിം റേറ്റിലെല്ലാം നമുക്ക് ഓരോ പോയിൻറ്റ്സ് ട്രാക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ പോയിൻറ്റ്സ് ഉള്ളിടത്തെല്ലാം നമുക്ക് ആണെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു സോളിഡ് എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കിങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് കാണാം ഓരോ ഡയറക്ഷനിൽ കൊണ്ടുപോകുമ്പോൾ ഓരോ പ്ലേറ്റ്, അതായത് ഒരു റെഡ് കളറിലെ ഒരു ഡിസ്ക് പോലത്തെ ഒരു സാധനം വരുന്നത്. നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ട ആ ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ ആ ഡിസ്കിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് അതായത് ടെസ്റ്റ് ആഡ് ചെയ്യാം, സോളിഡ് ആഡ് ചെയ്യാം, നൾ ഒബ്ജക്റ്റ്, നമുക്ക് ഓരോ ഒബ്ജക്റ്റ് നമുക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ നൾ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സോളിഡ് കൊടുക്കാം, അല്ലെങ്കിൽ ടെസ്റ്റ് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു സോളിഡ് കൊടുക്കുകയാണ്. ഞാൻ സോളിഡ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ഗ്രീൻ, നമ്മൾ ഗ്രീൻ മാറ്റ് ചെയ്യുന്ന കളറിലുള്ള ഒരു ചെറിയൊരു ഷേപ്പ് അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഷേപ്പിനെ നമുക്ക് താഴോട്ട് ട്രാൻസ്ഫോം ചെയ്തുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഏത് ഡയറക്ഷൻ വേണമെങ്കിലും നമുക്ക് X ആക്സിസിലും Y ആക്സിസിലും ഒക്കെ നമുക്കത് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഏത് രീതിയിലാണോ ആ ഒരു ഒബ്ജക്റ്റ് അവിടെ കൊണ്ട് വെക്കേണ്ടത് ആ ഒരു രീതിയിൽ നമുക്ക് എക്സിലും വൈയിലും ഇസഡിലും നമുക്ക് ആക്സസ് കൺട്രോൾ ചെയ്ത് വെക്കാം. നമുക്ക് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആ ഒരു വീഡിയോയ്ക്കൊപ്പം ആ ഒരു ഷേപ്പ് മൂവ് ചെയ്യുന്നുണ്ടോയെന്ന്. അങ്ങനെ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പ് ആ ഒരു വീഡിയോ അനുസരിച്ച് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഷേപ്പാണ് ആ ഒരു വീഡിയോയ്ക്ക് അനുസരിച്ച് മൂവ് ചെയ്യുന്നത്. ഇനി അല്ല നമുക്കൊരു ഷേപ്പ് നമ്മൾ കൊടുത്തു, നമുക്ക് ഇനി ഒരു ടെസ്റ്റ് എങ്ങനെയാണ് നമുക്ക് പ്ലേസ്, ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ വീഡിയോയിൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രാക്ക് പോയിൻറ്റ്സ് കിട്ടത്തുള്ളൂ. ട്രാക്ക് പോയിൻറ്റ്സിൽ അത് മേളിൽ 3D ക്യാമറ ട്രാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാക്ക് പോയിൻറ്റ്സ് വീണ്ടും കിട്ടുന്നതാണ്. ഇപ്പോൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ ഒരു ടെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോയിൻറ്റ്സും കൂടി, അതായത് ഒരു ഡിസ്കും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്.
നമ്മുടെ സർഫസിൽ എപ്പോഴും പാരലായിട്ട് വരുന്നത് നോക്കുകയാണെങ്കിൽ നമുക്ക് മൂവ് ചെയ്യുന്നത് വളരെ കുറയ്ക്കാനായിട്ട് പറ്റും. ഒരുപാട് മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് മൂവിങ്ങിൽ ഈ ഡയറക്ഷൻ മാറുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു പ്ലേറ്റ് നോക്കി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കധികം ഒരു ടെസ്റ്റ് കൊടുക്കുകയാണ്. ഞാൻ റൈറ്റ് ക്ലിക്ക് അടിച്ച് ടെസ്റ്റ് കൊടുത്തു. ഓക്കെ, അവിടെ ഒരു ടെസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്കൊരു ടെസ്റ്റ് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു ടെസ്റ്റ് കൊടുക്കുകയാണ്. മീഡിയ മൂവ് ചെയ്ത് വെക്കാം. മൂവ് ചെയ്യുമ്പോൾ അത് പോകുന്നത് നമ്മുടെ ക്യാപ്സ് ലോക്ക് ഓപ്പൺ ആയിരിക്കുന്നതുകൊണ്ടാണ്. അത് ഓഫാക്കി ഇടുക കഴിഞ്ഞാൽ മാത്രമേ ക്യാപ്സ് ലോക്ക് ഓൺ ആണെങ്കിൽ നമുക്ക് ചില വീഡിയോ നമുക്ക് കാണാൻ പറ്റാതെ വരും. ഞാനത് ഒരു ടെസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ടെസ്റ്റിന് ട്രാൻസ്ഫോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എക്സിൽ വേണമെങ്കിലും വൈയിൽ വേണമെങ്കിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ എങ്ങനെയാണോ ആ ഒരു വീഡിയോയ്ക്ക് അനുസരിച്ച് ആ ടെസ്റ്റ് നിൽക്കേണ്ടത് അതനുസരിച്ച് നമുക്ക് റൊട്ടേഷൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വൈയിൽ എക്സിൽ കുറച്ചും കൂടി നീങ്ങണം, കുറച്ചും കൂടി എക്സ് കൊടുക്കുകയാണ്. അതവിടെ നമുക്ക് മൗസ് പോയിൻ്റ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും വാല്യൂ കൊടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. നമുക്ക് അതിൻ്റെ സ്കെയില് കുറച്ച് വയ്ക്കാം. നമ്മളിപ്പോൾ മീഡിയ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ടെസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം നമ്മുടെ വീഡിയോ അനുസരിച്ച് അത് മൂവ് ചെയ്യുന്നുണ്ടോയെന്ന്. നമ്മൾ ആദ്യം കൊടുത്തിരുന്ന ആ സോളിഡും അവിടെ പ്ലേസ് ആണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ടെസ്റ്റും അവിടെ പ്ലേസ് ആണ്. നമുക്ക് പോയിൻറ്റ്സ് അനുസരിച്ച് എത്ര വേണമെങ്കിലും ടെസ്റ്റും അല്ലെങ്കിൽ ടെസ്റ്റും സോളിഡും അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പ്ലേസ് ചെയ്ത് വളരെ നിസ്സാരമായിട്ട് ഈ ഒരു ക്യാമറ ട്രാക്കിങ്ങിലൂടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. സിംഗിൾ ഒബ്ജക്റ്റ് മാത്രം നമുക്ക്, അതായത് മൂവ് ചെയ്യുന്ന വീഡിയോയ്ക്ക് അനുസരിച്ച് മൂവ് ചെയ്യുന്ന എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാമറ അതായത് ട്രാക്ക് മോഷൻ വെച്ചിട്ട് നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ക്യാമറ ട്രാക്കാണ്. അതായത് ഫുള്ള് വീഡിയോയ്ക്കകത്തുള്ള ചെറിയ പോയിൻറ്റ്സ് ട്രാക്ക് ചെയ്തെടുത്ത് നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ഫുട്ടേജിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഒബ്ജക്റ്റ് മാത്രമല്ല, നമുക്ക് കൊടുക്കുന്ന ടെസ്റ്റ് നമ്മൾ ഗ്രീൻ സ്ക്രീനൊക്കെ ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ക്യാമറ ട്രാക്കിങ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ക്യാമറ മോഷനായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഇതൊരു എഡ്യൂക്കേറ്റഡ് ചാനലാണ്. അപ്പം നിങ്ങൾ കൂടുതലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.